നമ്മുടെ ധാരണാപത്രം ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടപ്പോൾ തന്നെ നമ്മൾ ലോകമൊട്ടാകെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള, വളരെ ദുർബലമായിട്ടുള്ള ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് മാത്രമല്ല, ഈ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ തകർക്കാൻ വേണ്ടിയിട്ട് അതിൽ പങ്കാളിയല്ലാത്ത ഇസ്രായേൽ എന്ത് പ്രവർത്തനം വേണമെങ്കിലും ചെയ്യും എന്നൊരു നിഗമനം പൊതുവിൽ ആളുകൾ പങ്കുവച്ചിരുന്നു. ഏതാണ്ട് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട ഉടനെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിൽ പങ്കാളിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിതിൽ പങ്കാളിയല്ല എന്ന് പറയാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിശക്തമായ വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇസ്രായേലിൽ ഉയർന്നു വരുന്നുണ്ട്. അതായത് ട്രംപ് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ ബലിഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇറാനുമായിട്ട് കരാറുണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ കരാറിലൂടെ ഇറാനാണ് ഗുണമുണ്ടായിരിക്കുന്നത്. കാരണം മുൻകാലങ്ങളിൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ ഇതിനകത്തുള്ള ആവശ്യം. ഹോർമുസ് കടലിടുക്ക് 60 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ 60 ദിവസം ഈ ചർച്ചകൾക്ക് ശേഷം അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ടോൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് ഇറാനാണ് എന്ന് മാത്രമല്ല, ഇറാന് സാമ്പത്തിക അവരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ മുഴുവൻ അവഗണിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്നുള്ള തരത്തിലൊക്കെയുള്ള വളരെ വലിയ പ്രചാരണം ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒക്ടോബർ മാസം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഇത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമായി പോകും എന്നുള്ള ചിന്തകളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം, ധാരണാപത്രം ഒപ്പിട്ടപ്പോൾ, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലെബനനിൽ ഉൾപ്പെടെയുള്ള എന്നാണല്ലോ പറഞ്ഞത്, ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, ഇന്ന് അവിടെ ഏകദേശം 15 ആളുകളെ വധിച്ചിരിക്കുന്നു, ലെബനനിൽ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിരന്തരമായി എല്ലാ ദിവസവും ലെബനൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക്, ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും ഇറാന്റെയും അമേരിക്കയുടെയും ഒക്കെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഈ സമാധാന ചർച്ചകൾക്കായിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ഈ യുദ്ധം, അതായത് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ നടത്തുന്ന ഹെസ്ബുള്ളക്കെതിരെ നടത്തുന്നുള്ള പേരിലാണ് ഈ ആക്രമണം നടത്തുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ലെബനന്റെ തെക്കൻ ഭാഗം കീഴടക്കുക, അത് സ്വന്തമാക്കി വെക്കുക എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പഴയകാല തന്ത്രം തന്നെയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ സ്വാഭാവികമായിട്ടും ലോകം വീണ്ടും ആശങ്കയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇതാ കപ്പലുകൾ പോകുന്നു, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില കപ്പലുകൾക്ക് അവിടെ കടന്നു വരാൻ കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും ഇത് അടച്ചിരിക്കുന്നത്. അത് വീണ്ടും തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കങ്ങളെയും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷകളെയും ഒക്കെ തകിടം മറിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കണ്ടതാണ് ഈ പാകിസ്ഥാൻ എത്രത്തോളം മധ്യസ്ഥത വഹിച്ചു എന്നുള്ളത്. പക്ഷേ ആ ഒരു പാകിസ്ഥാൻ അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് എല്ലാവരും ഈ ഒരു സമാധാന ചർച്ച അത് പ്രാബല്യത്തിൽ വരികയാണെന്ന് സമാധാനിച്ചത്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ കീഴ്മേൽ മറിയുമ്പോൾ ഇനിയിപ്പോൾ അറബ് രാജ്യങ്ങളുടെ അടക്കമൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകില്ലേ? അല്ല, അറബ് രാജ്യങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ടല്ലോ. അറബ് രാജ്യങ്ങളുടെ ആവശ്യമാണല്ലോ ഇത്. കാരണം അമേരിക്കയ്ക്ക് ഇത് അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നുള്ളൊരു പ്രശ്നമാണ് എങ്കിൽ, ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടന്നു പോകേണ്ടത് ഹോർമുസ് കടലിടുക്കിലാണ് പ്രധാനമായും. ആ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോവുക മാത്രമല്ല, ഈ സംഘർഷം വീണ്ടും ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ കരാർ ഉണ്ടായതിനു ശേഷം തന്നെ ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയപ്പോൾ വീണ്ടും ഇറാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് തന്നെ കുവൈറ്റിനെയും ബഹ്റൈനെയും ഒക്കെ ആക്രമിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വീണ്ടും ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന്റെ മുമ്പിൽ ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നുള്ളതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ പ്രതിവിധി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ അന്തിമമായ നാശനഷ്ടം ഉണ്ടാകുന്നത് ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുമാണ് എന്നവർ തിരിച്ചറിഞ്ഞു. എന്ന് മാത്രമല്ല, ഈ യുദ്ധം ഉണ്ടായപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവുണ്ട്. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ അവർക്ക്
വിശ്വസിക്കാൻ കൊള്ളൂല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾക്ക് സുരക്ഷാ പരിരക്ഷ, ഈ സായുധമായ പരിരക്ഷ നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അവരുടെ കൂടെ ഞങ്ങൾ ചേർന്ന് നിൽക്കുകയും ചെയ്തെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും അധികം ആക്രമണത്തിന് വിധേയമായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെയും അവരുടെ സുരക്ഷാ കുട, സെക്യൂരിറ്റി അംബ്രല എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കീഴിൽ നിൽക്കാൻ ഇനി കഴിയത്തില്ല എന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട്, രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഈ പിന്നെ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കേണ്ടി വന്നത്. ഒന്ന്, അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കെതിരായും അദ്ദേഹത്തിനെതിരായും ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വളരെ വലിയ യുദ്ധവിരുദ്ധ വികാരം. രണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദം. കാരണം ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ ഇത് അമേരിക്കയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ക്രമേണ ഈ മേഖലയിൽ അമേരിക്കയിലെ വിശ്വാസം നഷ്ടപ്പെടുകയും ചൈന, റഷ്യ മുതലായ രാജ്യങ്ങളെയാണ് കൂടുതൽ വിശ്വസിക്കാനാവുന്ന രാഷ്ട്രീയ ശക്തികൾ എന്ന തിരിച്ചറിവിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അമേരിക്കയുടെ സുരക്ഷാ അംബ്രല പിന്നെ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതല്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് സൗദി അറേബ്യ പോലെ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം പാകിസ്ഥാനുമായിട്ടൊരു കരാർ ഉണ്ടാക്കുകയും അതായത് സഹകരണം, അതായത് ഏതെങ്കിലും കാരണവശാൽ പ്രതിസന്ധി ഉണ്ടായാൽ ആയുധം, പാകിസ്ഥാന്റെ ആണവായുധം ഉൾപ്പെടെ സൗദി അറേബ്യക്ക് നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പിന്നെ കൊണ്ടുപോകണം എന്നുള്ളതിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ആ തരത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ഇതൊരു കാരണവശാലും, കാരണം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ വിശ്വാസ്യതയും അവിടെ നിക്ഷേപ സൗഹൃദ പ്രദേശമാണ്, അവിടെ സുരക്ഷയുള്ള പ്രദേശമാണ് എന്നുള്ള തരത്തിൽ ആഗോള തലത്തിലുള്ള സമ്പന്ന വിഭാഗങ്ങളോട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ ഇൻവെസ്റ്റ്മെന്റുകളിനെ നടത്തുന്നതിന് അവർ രണ്ടാമതൊരിക്കൽ കൂടി ആലോചിക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഈ അമേരിക്ക ഒരു കാരണവശാലും യുദ്ധത്തിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഈജിപ്ത്, ഖത്തർ, പിന്നെ പാകിസ്ഥാൻ, സൗദി അറേബ്യ ഇവരുടെ എല്ലാം സമ്പൂർണ്ണമായ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.